ഈ ഷോറൂമിലത്തെ വീഡിയോ ഈ മാസം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് മുന്നേ ഗേറ്റിന്റെ ഭാഗത്തൊക്കെ ഫുള്ള് ഫ്ലെക്സ് ആണ് ക്രിസ്മസ് ആയിട്ട്. ഫുൾ ടാങ്ക് ഫ്യൂവൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് സത്യമാണ്. നമ്മൾ ഇവിടുന്ന് ഈ 3 ദിവസങ്ങൾ നമുക്കറിയാലോ, ഈ മാസം 19, 20, 21 ഈ 3 ദിവസങ്ങളുടെ ഇവന്റ് നടക്കുന്നത്. ഈ 3 ദിവസങ്ങളുടെ ഇവന്റിന്റെ ഡേറ്റില് ഇവിടുന്ന് വണ്ടി എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിച്ചു കൊടുക്കും. ഈ 3 ദിവസങ്ങളിൽ ഏത് വാഹനം എടുത്താലും നമ്മൾ ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിച്ചു കൊടുക്കും. അതിപ്പോ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, ഡീസൽ ആണെങ്കിൽ ഏത് വണ്ടി എടുത്തോട്ട് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കും. പിന്നെ അതേ സൈഡ് മാത്രമാണ് അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഓഫേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 90% മുതൽ 100% ഫിനാൻസ് വരുന്നുണ്ട്. ഫിനാൻസ് സൗകര്യമുണ്ട്. അത് പുതിയ കാറിന്റെ സെയിം ഇൻട്രസ്റ്റിൽ 7 വർഷം കാലാവധിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 7 വർഷം കാലാവധി. പുതിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ കിട്ടുന്ന അതേ കാലാവധി നമുക്ക് യൂസ്ഡ് കാറിന് നമുക്ക് കിട്ടുകയാണ്. ചെറിയ EMI ആവും. നമുക്ക് ബഡ്ജറ്റ് നമുക്ക് ചെറിയ EMI കൊടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഓഫർ? നമുക്ക് 2 വീലർ ആയിക്കോട്ടെ, അതുപോലെ 4 വീലർ ആയിക്കോട്ടെ, അത് മാറ്റി നമ്മുടെ ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10,000 രൂപ വണ്ടി വില കൂടാണ്ട് നമുക്ക് 10,000 എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കും. അതിപ്പോ നമ്മുടെ എത്ര പഴയ വണ്ടി, ഏത് പഴയ വണ്ടി ആയിക്കോട്ടെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ 3 ദിവസങ്ങളിൽ ബുക്ക് ചെയ്യണം. നമുക്ക് അഡീഷണൽ 5,000 ആക്സസറീസ്, നമ്മൾ മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വേറെ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടാണ്ട് നമുക്ക് 5,000 ആക്സസറീസ്, മാരുതി ചെരിയും ആക്സസറീസ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് കൊടുക്കാം. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഇവർ എന്തായാലും പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം അത്രയേറെ വാഹനങ്ങളെ സ്റ്റോക്ക് അണിനിരത്തിയിട്ടാണ് ഈ ഒരു മേളം നടത്തുന്നത്. സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവില്ലേ? നമുക്കൊരു 100 വണ്ടികളിൽ പ്ലസ് 100 വണ്ടിയായിട്ട് കൂടുതൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും. പല ബ്രാഞ്ചിൽ നിന്ന് വണ്ടികൾ വരൂല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ കാണാനുള്ള അവസരം കൂടിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വരാൻ പറ്റുന്നവര് വരിക. നമ്മുടെ ലൊക്കേഷൻ അവിടെ തൃശ്ശൂർ പറവട്ടാനി കാളത്തോട് മുസ്ലിംകളുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നത്. തൃശ്ശൂർ ടൗണിന് 3.5 കിലോമീറ്റർ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കാലിറ്റിക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. മണ്ണുത്തി റോഡിൽ. ഓക്കെ, അപ്പൊ എന്തായാലും വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലേക്ക് വരിക. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 2013 മോഡൽ ഓൾട്ടോ 800 LX ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 1,85,000 ആണ്. ഓൾട്ടോ LXയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, ഇവിടെ ഒരു പവർ വിൻഡോ ആണ് വരുന്നത്. 2012 മോഡൽ ഓൾട്ടോ K10 VX ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനി സർവീസൊക്കെ ഉണ്ട്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 1,70,000 ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത് കേട്ടോ. 2022 മോഡൽ ഹോണ്ട അമേസ് ആണ്. 1.2 SMT വേരിയന്റ് ആണ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 23,000 ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളുണ്ട്. നമുക്കൊരു 1 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റും. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 5,90,000 ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, ABS എയർ ബാഗ് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു ഹുണ്ടായുടെ വെറണ്ടയാണ്. ഡീസലാണ്. 1,40,000 ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 4,30,000 ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, ABS എയർ ബാഗ് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. 2018 മോഡൽ സ്വിഫ്റ്റ് VD ആണ്. ഡീസൽ എഞ്ചിനാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, ABS എയർ ബാഗ്, ബാക്ക് റിവേഴ്സ് സെൻസർ എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 6,15,000 ആണ് കേട്ടോ. 2019 മോഡൽ സ്വിഫ്റ്റ് VX ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, ABS എയർ ബാഗ്, ബാക്ക് റിവേഴ്സ് സെൻസർ എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 6,30,000 ആണ് കേട്ടോ. 2014 മോഡൽ റിക്സ് VX ആണ്. നിലവിൽ 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിൽ വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യമൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 3,15,000 ആണ്. ഇത് 2009 മോഡൽ റിറ്റ്സ് ഡീസലാണ്. VD ആണ് വേരിയൻറ്റ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 1,70,000 ആണ്. 2017 മോഡൽ വാഗണർ VX ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണ് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ് എല്ലാം വരുന്ന നല്ലൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 3,60,000 ആണ് കേട്ടോ. ഇത് 2017 മോഡൽ വാഗണർ VX ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 38,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണ് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ് എല്ലാം വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 4,15,000 ആണ് കേട്ടോ. 2014 മോഡൽ വാഗണറിൻ്റെ സ്റ്റിംഗറാണ്. അന്നത്തേൽ ഫുൾ ഓപ്ഷനായിട്ട് ലിമിറ്റഡ് എഡിഷൻ പോലെ വന്നിട്ടുള്ള വണ്ടിയാണ്. അലൈവിലും സ്കേർട്ടിങ്ങും
അതുപോലെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണ് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, അതുപോലെ തന്നെ ബാക്ക് ഡീഫോഗർ, വൈപ്പർ എല്ലാം വരുന്ന അങ്ങനത്തെ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 3,15,000 കേട്ടോ. ഒരു 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഗണർ VXA 1.2 എഞ്ചിനിൽ വരുന്നൊരു നല്ലൊരു വണ്ടിയാണ്. നിലവിൽ 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 6 മാസത്തെ വാറണ്ടി 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 5,25,000 കേട്ടോ. 2018 മോഡൽ ബലേനോ സീറ്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 38,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 6 മാസത്തെ വാറണ്ടി 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണ് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ABS, എയർ ബാഗ്, അലോയ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 6,20,000 കേട്ടോ. 2016 മോഡൽ ബലേനോ ഡെൽറ്റ വേരിയൻ്റ് ആണ്. 89,000 ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 4,70,000 കേട്ടോ. 2019 മോഡൽ ഓൾട്ടേണൂർ LX ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 6 മാസത്തെ വാറണ്ടി 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 3,10,000 കേട്ടോ. 2015 മോഡൽ ഡിസയർ ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ വേരിയൻ്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 74,000 ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ ഇതെല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 4,30,000 കേട്ടോ. 2019 മോഡൽ ഡിസയർ VXA ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു 6 മാസത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ABS, എയർ ബാഗ് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 6 ലക്ഷം രൂപ ചോദിക്കുന്ന വില കേട്ടോ. 2018 മോഡൽ ഡിസയർ VXA ഓട്ടോമാറ്റിക് ആണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ ഇതെല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 5,90,000 ചോദിക്കുന്ന വില കേട്ടോ. 2009 മോഡൽ ഡിസയർ VXA ആണ്. നിലവിൽ പേപ്പർ എടുത്തിട്ടുള്ള വണ്ടിയാണ്. 2029 വരെ നല്ലൊരു ടെസ്റ്റും ടാക്സുള്ള വണ്ടിയാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ് ഒന്നും ഇല്ല. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 1,70,000 കേട്ടോ. 2023 മോഡൽ സ്വിഫ്റ്റ് VXA ആണ്. 4 സിലിണ്ടറാണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ABS, എയർ ബാഗ്, ബാക്ക് റിവേഴ്സ് സെൻസർ എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 7,10,000 ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറണ്ടിയും 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും കേട്ടോ. 2018 മോഡൽ സ്വിഫ്റ്റ് VXA ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 5,30,000. 2018 മോഡൽ സ്വിഫ്റ്റ് VXA ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 5,20,000. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ABS, എയർ ബാഗ് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. 2017 മോഡൽ റെനോൾട്ടിൻ്റെ കിഡാണ്. ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് നിൽക്കുന്നത്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസൊക്കെ ഉണ്ട്. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 2,30,000 കേട്ടോ. 2010 മോഡൽ റിറ്റ്സ് ഡീസലാണ്. VD ആണ് വേരിയൻ്റ് വരുന്നത്. നിലവിൽ ടെസ്റ്റും ടാക്സും എല്ലാം കഴിഞ്ഞെടുക്കുന്ന വണ്ടിയാണ്. ഈ വാഹനത്തിൻ്റെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ് ഒന്നുമില്ല. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 1,70,000 കേട്ടോ.